പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ, ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. ഇയ്യോബ് തൻ്റെ കഷ്ടത അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ഇയ്യോബ് അത് ദൈവകരസ്പർശനമാണെന്ന് മനസ്സിലാക്കുന്നു. ദൈവം നമ്മെ തൊടും. അപ്പോഴൊക്കെ നാം അത് ഗ്രഹിക്കുവാൻ കഴിയേണ്ടവരാണ്. ദൈവം വെറുതെ നമ്മെ തൊടുകയില്ല. നമുക്ക് ആവശ്യമുള്ള വേളയിൽ നമുക്ക് പ്രയോജനത്തെ കരുതി അവൻ നമ്മെ തൊടും. തൊടാൻ കൊള്ളാവുന്നവരല്ലായിരുന്നു നമ്മൾ, എന്നാൽ അവൻ തൊട്ടു. അവൻ തൊട്ടാലേ നാം കൊള്ളാവുന്നവരാകൂ. എപ്പോൾ ഏതിനാണ് അവൻ നമ്മെ തൊടുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ക്രിസ്തു ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവിടുന്ന് പലരെയും അത്ഭുതകരമായ വിധത്തിൽ സ്പർശിക്കുകയുണ്ടായി എന്ന തിരുവചനത്തിൽ നാം വായിക്കുന്നു. ഒരിക്കലൊരു കുഷ്ഠരോഗി വന്ന് കർത്താവേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. കർത്താവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് ദൈവത്തോട് പറഞ്ഞു. എന്നാൽ കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി തീർന്നു. മത്തായി 8:1 മുതലുള്ള വാക്യം. കുഷ്ഠരോഗിയെ തൊടാൻ പാടില്ലാത്തതാണ്. തൊട്ടാൽ തൊടുന്നവരെല്ലാം കുഷ്ഠം വരും, അല്ലെങ്കിൽ അശുദ്ധരായിത്തീരും എന്നുള്ള പ്രമാണമുണ്ട്. എന്നാൽ കർത്താവ് ഏത് കുഷ്ഠരോഗിയെയും തൊടാം. അവൻ തൊട്ടാൽ കുഷ്ഠരോഗി ശുദ്ധനായിത്തീരും. ശരീരത്തിന് കുഷ്ഠം എങ്ങനെയോ ആത്മാവിന് പാപം അങ്ങനെ തന്നെയാണ്. ആത്മീക കുഷ്ഠം ആണ് പാപം. കർത്തൃകര സ്പർശനമുണ്ടായാൽ മാത്രമേ പാപമായിരിക്കുന്ന ആ കുഷ്ഠത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് രക്ഷപ്പെടുവാൻ കഴിയുള്ളൂ. കർത്താവേ, നിനക്ക് എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. വിശ്വാസത്താൽ ഒരു ഏറ്റുപറച്ചിലോടുകൂടെ കർത്താവിനെ സമീപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായും അവൻ നിന്നെ ശുദ്ധനാക്കും. നീ എത്ര അശുദ്ധനായ ഒരു വ്യക്തിയാണെങ്കിലും നിന്നെ കർത്താവ് തൊട്ടാൽ, കർത്താവിൻ്റെ കരസ്പർശനം നിന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയും. എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് തൊട്ടാൽ നാം ശുദ്ധരാകും. നമ്മൾ അശുദ്ധരായി തീരുകയല്ല. ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് പകർന്ന് ദൈവം